ദൈവനാമത്തിന് മഹത്വം. നിശ്ചയ ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബൈബിൾ ക്വിസ് എല്ലാവർക്കും അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ 101 മുതൽ 150 വരെയുള്ള സങ്കീർത്തനങ്ങളിൽ നിന്നായിരുന്നു. എന്നാൽ 51 മുതൽ 100 വരെയുള്ള സങ്കീർത്തനങ്ങളിൽ നിന്നൊരു ചോദ്യത്തിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു. നമ്മുടെ ചോദ്യം ഇതായിരുന്നു: ഏറ്റവും കൂടുതൽ 80 മുതൽ 100 വരെയുള്ള അധ്യായങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യവാന്മാരുള്ള സങ്കീർത്തനം ഏത്? എത്ര പേർ? ഇങ്ങനെയായിരുന്നു ഞാൻ ചോദ്യം തയ്യാറാക്കിയത്. എങ്കിലും അത് റെക്കോർഡ് ചെയ്തപ്പോഴാണോ എഡിറ്റ് ചെയ്തപ്പോഴാണോ എത്ര പേരെന്നുള്ളത് വിട്ടുപോയി. അതുകൊണ്ട് എൻ്റെ ഓർമ്മയിലുള്ളത് എത്ര പേരെന്ന് ചോദിച്ചു എന്നതായിരുന്നു. അതുകൊണ്ടാണ് അപ്രകാരം നമ്മൾ വിജയികളെ കണ്ടെത്തിയത്. അപ്പോൾ പല പ്രിയപ്പെട്ടവരും വന്ന് ഓർപ്പിക്കുകയുണ്ടായി, എത്ര പേർ എന്ന് ചോദിച്ചില്ല എന്ന്. അപ്പോഴാണ് ഞാനും വീഡിയോ നോക്കുമ്പോൾ അങ്ങനെ ചോദിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് 84-ാം സങ്കീർത്തനം എന്ന് എഴുതിയവരെ, അതായത് ആ 10 പേരെ നമ്മൾ തിരഞ്ഞെടുത്തു. ആ 10 പേർക്കുള്ളിൽ ആരൊക്കെ 84-ാം സങ്കീർത്തനം എന്ന് എഴുതി മറ്റുത്തരങ്ങളെല്ലാം ശരിയായിട്ടും 84-ാം സങ്കീർത്തനം എന്ന് എഴുതിയിട്ട് അവരെ പരിഗണിച്ചില്ല എങ്കിൽ ഇന്ന് അവരെ കൂടി നമ്മൾ വിജയികളായിട്ട് തിരഞ്ഞെടുക്കുന്നതാണ്. ആ പ്രിയപ്പെട്ടവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിസ്റ്റർ സീന പോൾ, സിസ്റ്റർ മിനി തോമസ്, സിസ്റ്റർ ഷീബ ജസ്റ്റിൻ, സിസ്റ്റർ ആൻസി ജോൺ തോമസ്. ഇത്രയും പേരാണ് കഴിഞ്ഞ പ്രാവശ്യം ശരിയുത്തരം അയച്ചുവെങ്കിലും വിജയികളായിട്ട് തിരഞ്ഞെടുക്കാതിരുന്നത്. അവരെ കൂടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയികളായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളുടെ ചോദ്യോത്തരം എന്താണെന്ന് നോക്കാം. 101 മുതൽ 150 വരെയുള്ള സങ്കീർത്തനമായിരുന്നു. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: രക്ഷ കൊണ്ട് അലങ്കരിക്കുന്നത് ആരെയാണ്? ഉത്തരം ഇതാണ്: താഴ്മയുള്ളവർ. സങ്കീർത്തനങ്ങൾ 149-ന്റെ 4. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: മടുത്തിരിക്കുന്നത് എന്ത്? മടുത്തിരിക്കുവാനുള്ള കാരണം എന്താണ്? ഉത്തരം ഇതാണ്: മനമാണ് മടുത്തിരിക്കുന്നത്. കാരണം സുഖേന്മാരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദയും സഹിച്ചാണ് മടുത്തിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 123-ന്റെ 4. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: സൃഷ്ടികളെല്ലാം എന്താണ്? ഉത്തരം ഇതാണ്: നിന്റെ ദാസന്മാർ. അതായത് സങ്കീർത്തനങ്ങൾ 119-ന്റെ 91 ഇങ്ങനെ വായിക്കുന്നു: സർവ്വ സൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: ഒരു മനുഷ്യാവയവവും ഒരു ആയുധവും ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം ഇതാണ്: അസ്ഥികൂടം. അസ്ഥി എന്ന് പറയുന്നത് ഒരു ശരീരാവയവവും കൂടം എന്ന് പറയുന്നത് ഒരായുധവുമാണ്. സങ്കീർത്തനങ്ങൾ 139-ന്റെ 15. അപ്പോൾ പല പ്രിയപ്പെട്ടവർക്കും ശിരസ്ത്രം എന്ന് ഉത്തരം എഴുതിയിട്ടുണ്ട്. ശിരസ്ത്രം എന്ന് പറയുന്നത് തന്നെ ഒരായുധമാണ്. ശിരസിൽ വെക്കുന്ന ഒരു ആയുധമാണ് ശിരസ്ത്രം എന്ന് പറയുന്നത്. നമ്മൾക്ക് ഇത്രയും പ്രോപ്പറായിട്ടൊരു ആൻസർ നമുക്ക് ഈ അസ്ഥികൂടം എന്നുള്ളത് കൊണ്ട് ആ ഉത്തരങ്ങൾ പരിഗണിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: സ്വന്തം ദേശമല്ലാത്ത ഇടത്ത് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ഉത്തരം ഇതാണ്: സങ്കീർത്തനങ്ങൾ 137-ന്റെ 4. അന്യദേശത്ത് യഹോവയുടെ ഗീതം പാടുന്നതെങ്ങനെ? ആറാമത്തെ ചോദ്യം ഇതായിരുന്നു: ഒരു വാക്യത്തിൽ 2 കാര്യങ്ങൾ ഒളിച്ചു വെച്ചതായി പറയുന്നു, എന്താണ്? ഉത്തരം ഇതാണ്: കെണിയും കയറും. സങ്കീർത്തനങ്ങൾ 140-ന്റെ 5. നമ്മുടെ ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു: ഓർക്കുന്നത് എന്ത്? ചിന്തിക്കുന്നത് എന്താണ്? ഉത്തരം ഇതാണ്: പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു, കൈകളുടെ പ്രവൃത്തിയെ ചിന്തിക്കുന്നു. സങ്കീർത്തനങ്ങൾ 143-ന്റെ 5. നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ശരിയുത്തരം അയച്ച പ്രിയപ്പെട്ടവർ ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ സീന പോളാണ്. നാലാമത്തെ ഉത്തരം ശിരസ്ത്രം എന്നാണ് എഴുതിയിരിക്കുന്നത്. ആദ്യം ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ബിനി മനോജ്. രണ്ടാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ എൽസി ബോബസ്. മൂന്നാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഗീത വർഗീസ്. നാലാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഡൈജി ബിനു. അഞ്ചാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ സജിത സുരേഷ്. ആറാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ എസ്റ്റേർ റോബിൻസൺ. ഏഴാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് ബ്രദർ ഷിബു ചെറിയൻ. എട്ടാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ മറിയാമ്മ മാത്യു. ഇത്രയും പേരാണ് നമ്മുടെ ഈ ബൈബിൾ ക്വിസിലെ ശരിയുത്തരങ്ങൾ അയച്ചിരിക്കുന്നത്. 8 പേർ മാത്രമാണ് ഉത്തരം അയച്ചിരിക്കുന്നത്. ഉത്തരങ്ങൾ അയച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.
വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ സദൃശ്യവാക്യങ്ങളിൽ നിന്നാണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: വിലയേറിയ ആഭരണം എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: വിലയേറിയ ആഭരണം എന്താണ്? രണ്ടാമത്തെ ചോദ്യം ഇതാണ്: മകനെ എത്രത്തോളം ശിക്ഷിക്കണം? രണ്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: മകനെ എത്രത്തോളം ശിക്ഷിക്കണം? മൂന്നാമത്തെ ചോദ്യം ഇതാണ്: സസ്യഭക്ഷ്യ വസ്തുക്കൾക്ക് ഉത്തമമായിരിക്കുന്നത് എവിടെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: സസ്യഭക്ഷ്യ വസ്തുക്കൾക്ക് ഉത്തമമായിരിക്കുന്നത് എവിടെയാണ്? നാലാമത്തെ ചോദ്യം ഇതാണ്: ഈ പുസ്തകത്തിൽ പറയുന്ന യഹോവയുടെ 2 നിർമ്മിതികൾ ഏതൊക്കെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഈ പുസ്തകത്തിൽ പറയുന്ന യഹോവയുടെ 2 നിർമ്മിതികൾ ഏതൊക്കെയാണ്? അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ഈ പുസ്തകത്തിൽ കാണുന്ന പക്ഷിമൃഗാദികളുടെ അഭയസ്ഥാനങ്ങൾ ഏവ? ചോദ്യം ഒരിക്കൽ കൂടി: ഈ പുസ്തകത്തിൽ കാണുന്ന പക്ഷി മൃഗാദികളുടെ അഭയസ്ഥാനങ്ങൾ ഏവ? നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: 5 അക്ഷര വാക്ക്. ആദ്യത്തെ 2 അക്ഷരം രാജ്യത്തെ ജനങ്ങളെ ഈ പേരിൽ പറയാറുണ്ട്. 3-4 അക്ഷരങ്ങൾ ചേർന്നാൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നാം കേൾക്കുന്ന വാക്കാണ്. 3-4-5 അക്ഷരങ്ങൾ ചേർന്നാൽ കുറവ്. ഈ വാക്കുകളെല്ലാം ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം: 5 അക്ഷര വാക്ക്. ആദ്യത്തെ 2 അക്ഷരം രാജ്യത്തെ ജനങ്ങളെ ഈ പേരിൽ പറയാറുണ്ട്. 3-4 അക്ഷരങ്ങൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നാം പലപ്പോഴും കേൾക്കാറുണ്ട്. 3-4-5 അക്ഷരങ്ങൾ ചേർന്നാൽ കുറവ്. ഈ പദങ്ങളെല്ലാം ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? നമ്മുടെ ഏഴാമത്തെ ചോദ്യം ഇതാണ്: 6 അക്ഷര വാക്ക്. 1-3 അക്ഷരങ്ങൾ ചേർന്നാൽ ഇത് നമ്മളെ ഉയരത്തിലെത്തിക്കും. ഭക്ഷണവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ പുസ്തകത്തിൽ ഈ വാക്ക് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിയെ അഭിസംബോധന ചെയ്താണ് ഈ വാക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി എന്തെങ്കിലും പറഞ്ഞാൽ അത് ഏറ്റവും ഉള്ളിലേക്ക് ഇറങ്ങുമെന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചോദ്യം എല്ലാവർക്കും മനസ്സിലായോ? ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ പറയാം: 6 അക്ഷര വാക്ക്. 1-3 അക്ഷരങ്ങൾ നമ്മളെ ഉയരത്തിലെത്തിക്കും. ഭക്ഷണവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ പുസ്തകത്തിൽ ഈ വാക്ക് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിയുമായുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വ്യക്തി എന്തെങ്കിലും പറഞ്ഞാൽ അത് ഏറ്റവും ഉള്ളിലേക്ക് ഇറങ്ങുമെന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചോദ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ കേൾക്കുവാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് ചോദിക്കാവുന്നതാണ്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ കേൾക്കുവാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നാട്ടിലായത് കാരണം ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കുവാനൊന്നും സാധിച്ചെന്ന് വരികയില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് കേട്ട് അതിൻ്റെ ഉത്തരം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും മറക്കരുത്. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.